ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കി. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം ടൂറാണ്. കുറേ ദിവസമായി ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കുറേ നാളെന്ന് വെച്ചാൽ ഈ ചാനൽ തുടങ്ങിയ സമയം മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഹോം ടൂർ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ വീടാകെ അലങ്കോലപ്പെട്ടിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ പറമ്പിലാണ്. ആ പുറകിൽ കാണുന്നതാണ് വീട്. അപ്പം ആദ്യം പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പറമ്പിൽ നിന്ന് തുടങ്ങിയത്. ബാക്കി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. അത് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. ഇപ്പം പറമ്പിൽ തന്നെ കേട്ടോ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോവാം. അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. അമ്മ വരുന്നുണ്ട്. അമ്മ മണിക്കുട്ടനെ അഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്ന് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഞാൻ ആദ്യമായിട്ടാണ് ഹോം ടൂർ ചെയ്യണത്. പക്ഷേ വീടിൻ്റെ ഭാഗങ്ങൾ പല പല വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ ഫ്രണ്ടിൽ കാര്യമായി പറയത്തക്ക രീതിയിലുള്ള ഗാർഡനോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് മരുഭൂമി പോലെ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു തണലെന്ന് പറഞ്ഞത്. പിന്നെ ചുറ്റിലും മതിലുണ്ട്. മതിൽ കെട്ടിനകത്തായിട്ടാണ് നമ്മളുടെ ലിയോ കുട്ടപ്പൻ്റെ കൂട് കേട്ടോ. അപ്പം മൂപ്പര് പിണങ്ങി കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചു വിടാത്തതുകൊണ്ട് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നേരെ ഡോറടുത്ത് പോയി കയറും. ഈ കൂട് വന്നതിന് ശേഷം ഡോറൻ ഞങ്ങൾ പോർച്ചിലാണ് ഇടാറ് കേട്ടോ. അപ്പം രണ്ടാളെയും കൂടെ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മേളാണ്. അപ്പം അത് കാരണം ഇവനെ കൂടിനകത്തോടും ഡോറയെ അവിടെ കെട്ടിയിടുകയും ചെയ്യും. അങ്ങനെയാണ്. ഇവൻ പിന്നെ പോയിട്ട് അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ചെവി പിടിച്ച് കടിച്ച് വലിക്കും, വാലൊക്കെ കടിച്ച് വലിക്കും, അങ്ങനെ ഉള്ള പണികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് എന്നോടത്ത് വലിയ ഇതൊന്നും കാണിക്കണില്ല അവൻ. അപ്പം ഞാനിവിടെ ഇരിക്കുന്നതിനോട് കണ്ണൻ വന്നിട്ട് ചൂളടിച്ച് നോക്കിയിട്ടൊന്നും ഒരു ഇതുമില്ല. അപ്പോൾ പിന്നെ കണ്ണനെ നോക്കിയിട്ട് എന്തൊക്കെയോ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം അവൻ. പിന്നെ കൂട് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവനെ ഒരു വൈകുന്നേരം നേരത്തെ ഞങ്ങൾ തുറന്നു വിടുള്ളൂ. അത് അവന് പുറത്ത് പോയിട്ട് പീയൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിലൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് വിടാറ്. പിന്നെ നമ്മളുടെ ഡോറയുടെ അടുത്തേക്കാണ് പോകണം കേട്ടോ. ഡോറിനെ ഒരു 6:30 വരെ നമ്മളിവിടെ തന്നെ ഇങ്ങനെ കെട്ടിയിട്ടേക്കും. 6:30 ശേഷം നമ്മൾ അഴിച്ചു വിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ അവിടെ ഇവിടെ ഓരോ കുഴികൾ കാണാം. മിക്കപ്പോഴും ആരെങ്കിലുമൊക്കെ അതിനകത്ത് വീഴാറും പതിവുണ്ട്. അപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടല്ലേ, അപ്പോൾ അവർക്ക് ചൂടെടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട് മണ്ണ് മാന്തി ആ കുഴിയിലിറങ്ങി കിടക്കും. അപ്പം ഇതുപോലൊരു പാവം പിടിച്ചൊരു പട്ടീനെ എവിടെയെങ്കിലും കാണുമെന്നുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല അവൾക്ക്. അങ്ങനത്തെ ഒരു പ്രകൃതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 4:30-5 മണി സമയത്താണ് കേട്ടോ. അപ്പം ഏകദേശം ആ സമയത്താണ് കണ്ണൻ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരണേടാന്നും പറഞ്ഞിട്ട് പറഞ്ഞയക്കണതാണ്. ശരിയെന്നും പറഞ്ഞ് പോക്കാണത്. പിന്നെ അവിടെ പോർച്ചിലിരിക്കുന്ന വണ്ടി നോമിൻ്റെ തന്നെയാണ്. അവിടെ ഇരിക്കുന്ന 2 സൈക്കിൾ കണ്ണൻ്റെയും കുഞ്ചൻ്റെയാണ്. അതിലാണ് സ്കൂളിൽ പോവാറ്. അപ്പം ഞാൻ വണ്ടി മേടിച്ചത് സ്കൂളിൽ പോകാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് വലിയൊരു ഉപകാരമായത് അങ്ങനെ ഒരു വണ്ടി മേടിച്ചത്. പിന്നെ ഇതാണ് ഞാൻ വിളക്ക് എത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന റൂം. ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞിരിക്കാനൊക്കെ റൂം അതാണ്. ഇവിടെയാണ് ഞാൻ വിളക്ക് എത്തിക്കാറ്. ഈ കാണുന്ന ട്രോഫികളൊക്കെ കണ്ണന് കിട്ടിയതാണ് കേട്ടോ. അവൻ KG മുതൽ ഓരോരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം അതിനൊക്കെ അവന് കിട്ടിയ ട്രോഫികളാണ് ആയിരിക്കുന്നത്. പിന്നെ ഇവിടെ വിളക്കെത്തിക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്ക വീഡിയോസിലും കാണാം, ഇത് ഷോർട്സിലായാലും ഒക്കെ. പിന്നെ കയറി ചെല്ലുന്നത് ഞങ്ങളുടെ ഹാളിലേക്കാണ് കേട്ടോ. ഹാളിൽ കുഞ്ചാപ്പി ഇരുന്ന് TV കാണുന്നുണ്ട്. അവൻ എന്നെ കണ്ടിട്ട് ചിരിക്കുക, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ഇത് അച്ഛൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന ഒരു കബോർഡാണ്. അതിനകത്ത് അവന്മാരുടെ ബുക്സൊക്കെയാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ വെക്കാറ്. പിന്നെ എന്തെങ്കിലും പുറമേയുള്ള ലൈബ്രറി ബുക്കുകളൊക്കെ അപ്പുറത്തെ ഷെൽഫിലാണ് വെക്കാറ് കേട്ടോ. ബുക്സുകളുടെ കുറച്ച് വീഡിയോസ് ഞാൻ ഷോർട്സായിട്ട് ചെയ്യാം. ഞാൻ വായിക്കാറുള്ള ബുക്സും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ബുക്സൊക്കെ. ഇത് പിന്നെ അമ്മ കിടക്കുന്ന റൂമാണ്. ഈ റൂമിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഈ 2 കട്ടിലും പിന്നെ ഒരു കബോർഡും.
ഇത് പിന്നെ ഞങ്ങൾ കിടക്കുന്ന റൂമാണ്. അപ്പം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിലും പിന്നെ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ടോയ്ലറ്റും ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ റൂമിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചണിൽ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ മീൻകറിയും സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ചോറും ഒക്കെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ. ഇതന്ന് വീണ് കിട്ടിയ മാങ്ങയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൽ ഇതുപോലെ പാത്രങ്ങളും അരിങ്കിരി സാധനങ്ങൾ, പഴയ പാത്രങ്ങൾ അതൊക്കെയാണ് നമ്മളെടുത്ത് വയ്ക്കുക. ഇത് പിന്നെ വർക്ക് ഏരിയ. ഇവിടെ ഒരു അടുപ്പുണ്ട്. ആ അടുപ്പിലാണ് നമ്മൾ ചോറ് വെക്കാറ് കേട്ടോ. കുക്കറിലൊന്നും ഇട്ട് വെക്കാറില്ല. ഇപ്പം എത്ര പേരുണ്ടാവും അടുപ്പിൽ വേവിക്കുന്ന ആൾക്കാരെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ അടുപ്പിൽ മാത്രം വേവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് പിന്നെ സ്റ്റെയേഴ്സാണ് മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോകുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വരാന്തയുണ്ട്. ഞാൻ മുകളിലത്തെ റൂമിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ കുഞ്ചപ്പനുണ്ട്. കുഞ്ചപ്പൻ എൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അതിലുപരി എന്താ പറയുക, എൻ്റെ കൂടെ വീഡിയോസൊക്കെ റീൽസൊക്കെ എടുക്കാൻ വരുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അവനങ്ങനെ ബെഡിലിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഇപ്പോൾ ഇതിൻ്റെ റൂമിൻ്റെ പ്രതിച്ഛായ തന്നെ ആകെ മാറിപ്പോയി. ഇനി എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വരണം. പിന്നെ നമുക്ക് മുകളിലത്തെ റൂമിൻ്റെ പുറത്തോട്ട് പോവാം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ താഴെയും കൂടെ പെയിൻ്റ് അടിച്ചിട്ടുള്ളതുകൊണ്ട് കടപ്പുറത്ത് നിൽക്കണ ഒരു പ്രതീതിയാണ് എനിക്കിവിടെ വരുന്നത്. മുകളിൽ കടൽക്കരയിൽ നിൽക്കുന്ന പോലെ ഇവിടുത്തെ കോലങ്ങൾ. ഇത് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഈ മാവിൽ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങകൾ. അതായത് ഈ ഭാഗത്തോട്ട് ഓട് മേഞ്ഞിട്ടില്ലേ, ആ ഭാഗത്തോട്ട് നിറച്ച് ചാഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷേ പെയിൻ്റ് അടിക്കാർ വന്നപ്പം ഇതുമ്മ നിറച്ച് പുളിയുറുമ്പായിരുന്നു മാവുമ്മ. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തുണ്ടായിരുന്ന സകല കൊമ്പ് മുറിച്ച് കളഞ്ഞു. എന്നാലും ഇതിൻ്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട് നല്ലോണം മാങ്ങ. പക്ഷേ ഇതിലും കൂടുതൽ ഉണ്ടാവേണ്ടതായിരുന്നു. മുഴുവൻ മാങ്ങയും ഓടിൻ്റെ പുറത്തേക്ക് ചാഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷേ പ്രാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെക്കാട്ടിലും കൂടുതൽ ഈ വർഷമായിരുന്നു മാങ്ങ കൂടുതൽ. അങ്ങനെ ഗൈസ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. താഴത്തും ഇതുപോലെ മാങ്ങകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് തിന്നു. പിന്നെ കാറ്റ് വരുമ്പോഴൊക്കെ വീഴുമല്ലോ. ഒരു കാക്ക വന്നിരുന്നാൽ തന്നെ അത് വീഴാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അങ്ങനെ പൊട്ടിച്ച് തീർന്നും കാറ്റ് വന്നപ്പോൾ വീണൊക്കെ ഇങ്ങനെ ഏതാണ്ട് തീരാറായി താഴത്തെ ഭാഗത്ത് കേട്ടോ. പിന്നെ കറിയിലിടാനൊക്കെ പൊട്ടിക്കുന്നതൊക്കെ ഈ മാവിലെ മാങ്ങ തന്നെയാണ്. പിന്നെ വീടിൻ്റെ മുറ്റത്തെന്ന് വെച്ചാൽ ആകെ ഉള്ളത് ഈ ഒരു ചെമ്പരത്തിയുടെ തൈയാണ്. ചെമ്പരത്തി ഈ പൂ മാത്രമാണ് ഉള്ളത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കി. ഇത് പിന്നെ സീതപ്പഴമാണ്. എഗ് ഫ്രൂട്ട് എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയണതെന്ന് അറിയില്ല. ഇത് മഴ സീസൺ ആകുമ്പോൾ നല്ലോണം പൂത്ത് വാരി കായ്ക്കുന്നൊരു സംഭവമാണ് കേട്ടോ. എൻ്റെ നാത്തൂന് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. അപ്പോൾ പിന്നെ ഞങ്ങളത് വെട്ടാണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് പിന്നെ കറിവേപ്പില അറിയാലോ, ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ. പപ്പായ നടണതും പിന്നെന്താ ചേമ്പ്, ചേന, മുളക്, പയർ, പിന്നെ കറിവേപ്പില, ഇതൊക്കെ അമ്മയുടെ കൃഷിയാണ്. അമ്മ നട്ട് നനച്ച് വളർത്തുന്ന സംഭവങ്ങളാണ്. അപ്പം ചൂട് സീസണല്ലേ, അപ്പം എന്താ പറയുക, വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടിരിക്കണതാണ് ആ കാണുന്നത്. പറമ്പിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ കൃഷി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വേറൊരു കഥാപാത്രം, മണിക്കുട്ടൻ. ഒന്ന് നോക്കിയേ, അവൻ തന്നെയല്ലേ അന്ന് മതിലയാടിയത്? ശരിക്കും നോക്ക്. ഇത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ട് പോകാനുള്ളൊരു ഗേറ്റാണ് കേട്ടോ.
അപ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഉണ്ട് കൃഷി. ഇതുപോലെ തന്നെ ചേമ്പും പപ്പായയും പിന്നെ പേര അതൊക്കെ. ഇതിപ്പം എന്താ പറയുക, മഴ സീസൺ അല്ലാത്തതുകൊണ്ടാണ് പറമ്പ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ എന്താ കൊടംപുളി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമ്മളെ വീട്ടിൻ്റെ പറമ്പിലുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. കൊടംപുളിയുടെ മരമാണ് നിൽക്കുന്നത്. പിന്നെ അതാ നിൽക്കുന്ന ഒരു കുഞ്ഞ് തൈ റംബൂട്ടാൻ. പിന്നെന്താ, പറമ്പിൽ ഇങ്ങനെ പുല്ല് ഇത്രയും മാത്രം കിടക്കുന്നത് എന്താ പറയുക, മഴ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കാൻ തന്നെ പറ്റില്ല. കാരണം എൻ്റെ അത്രയ്ക്ക് ഹൈറ്റിലുണ്ടാവും പുല്ലുകളൊക്കെ വളർന്നിട്ട് കേട്ടോ. ഇത് പിന്നെ കപ്പയാണ്. കപ്പ മരച്ചീനി കൊള്ളി എന്നൊക്കെ പറയില്ലേ, അതും അതായത് നമ്മളുടെ വീടിൻ്റെ അകത്തും ഉണ്ട്, പുറമേയുള്ള പറമ്പിലുണ്ട്. ഇതാ പടർന്ന് കിടക്കുന്ന സംഭവമാണ് മധുരക്കിഴങ്ങ്. പിന്നെ ഇത് എന്താ പൈനാപ്പിൾ. ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്ത് എടുക്കുന്നതാണ്. ഇത് ഞാൻ നട്ടതാണ് കേട്ടോ, പൈനാപ്പിൾ, അമ്മയല്ല. പിന്നെ ഇത് നമ്മളുടെ കുളമായിരുന്നു. ആ കുളത്തിൻ്റെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മൾ കുളിക്കൊക്കെ ചെയ്തിരുന്ന കുളമായിരുന്നു. ഞങ്ങളെ കുഞ്ഞുനാളിലൊക്കെ ഞാനൊരു 3-ൽ 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 7ാം ക്ലാസ് വരെയൊക്കെ കുളിച്ചിരുന്ന കുളമാണ് കേട്ടോ അത്. പിന്നെ കഴിഞ്ഞ വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിറച്ച് മത്ത ഒരു എത്ര വീടുകളിലേക്കാണ് നമ്മൾ കൊടുത്തതെന്ന്. മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോൾ അവിടെ നിന്നൊക്കെ മാമനും മാമൻ്റെ മക്കളും പിന്നെ വലിയമ്മയുടെ മക്കളൊക്കെ വന്നപ്പോൾ അവർ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത്രയും തോനെയുണ്ടായിരുന്നു മത്ത. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 4-5 വർഷം മുമ്പേ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാങ്ങ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇവിടെ കൊണ്ടുവന്ന് പാകി അത് മുളച്ചു മരമായി. അതിൽ മാങ്ങ ഉണ്ടായി. അപ്പം അതിൻ്റെ മാങ്ങ വെച്ച് എന്താ ചമ്മന്തി അരയ്ക്കാൻ നല്ല രസമായിട്ടാണ്. തേങ്ങാ ചമ്മന്തി ഒരു പ്രത്യേക സ്മെല്ലാതുകൊണ്ട് ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് പറയണത് ലക്ഷ്മി തരുവാണ്. പിന്നെ റംബൂട്ടാൻ്റെ മരങ്ങൾ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ. മാവ് അതുപോലെ ഞാൻ ഒരു 3-4 വർഷം മുമ്പേ കുഴിച്ചിട്ടൊരു മാവാണിത്, മൂവാണ്ട മാവ്. പക്ഷേ മൂവാണ്ട മാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-ാം വർഷത്തിൽ കായ്ക്കുന്നതല്ലേ. പക്ഷേ അത് 4 വർഷമായിട്ടും കായ്ച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയണത് മൂവാണ്ട മാവല്ല എന്നാണ്. മറ്റേ അടുത്ത വർഷം കൂടെ നോക്കാം അത് കായ്ക്കോ ഇല്ലേ എന്നുള്ളത്. അപ്പം അങ്ങനെ. അപ്പം അമ്മ അതാ പറമ്പിൽ നിന്ന് മുമ്പ് നമ്മളുടെ ഒരു മാഞ്ചിയത്തിൻ്റെ മരമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമ്പൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ചുള്ളിക്കമ്പൊക്കെ എടുത്ത് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ട് കേട്ടോ. പിന്നെ ഈ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീലമരി എന്ന് കേട്ടിട്ടുണ്ടോ? അതാണത് കേട്ടോ. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിറച്ചുണ്ടാവും ഈ നീലമരി. ഇത് നമ്മളെ വീട്ടിലുണ്ടായിരുന്നില്ല. വല്യമ്മയുടെ മോളുടെ വീട്ടിൽ, അമ്മയുടെ വീട് ചാവക്കാടാണ്. അപ്പം ചാവക്കാട് അമ്മയുടെ കുടുംബ വീടിൻ്റെ തൊട്ടടുത്താണ് വല്യമ്മയുടെ മോളുടെ വീടും. അപ്പം അവിടെ പോയപ്പോൾ അവിടെ ഇതുപോലെ ഒരു എന്താ പറയുക ചാക്കിൽ അവർ വളർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് വിത്ത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ നട്ടതാണ് കേട്ടോ. നട്ടപ്പോൾ അത് നമ്മളെ മണ്ണിലും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇതുപോലെ എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. എൻ്റെ തലയിൽ പിന്നെ മുടിയില്ലാത്തത് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അത് പിന്നെ നമ്മൾ എന്തെണ്ണ കാച്ചി തേച്ചിട്ടും ഒരു കാര്യമില്ല. വിശേഷങ്ങൾ, എൻ്റെ കയ്യിൽ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സാധനം കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്. എന്നാലേ ക്ലിയർ ആയിട്ട് കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കാറ്റും കിളികളുടെ ഒച്ചയും പിന്നെ ലിയോ കുട്ടൻ്റെ ബോബു ശബ്ദമൊക്കെ കേട്ടിട്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീടിനകത്തെ വിശേഷങ്ങൾ, പറമ്പിലെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.